ഹലോ ഗൈസ് എന്ന് പറ. ഹലോ ഗൈസ്, പറയടാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്താണ് ഗൈസ്? ഇന്നൊരു ക്ഷേത്രത്തിൽ പോകുന്ന വ്ളോഗാണ്. എൻ്റെ കൂടെ വേറെ ഒരാളും കൂടിയുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ ഭർത്താവാണ് ഗൈസ്. ഇതാണ് വിഷ്ണു. ജോലിയിലൊക്കെ ആയതുകൊണ്ട് എൻ്റെ വ്ളോഗിലൊന്നും അധികം ഇല്ല. ഞാൻ അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള വ്ളോഗുകളാണ് അധികം ചെയ്തിട്ടുള്ളത്. പിന്നെ അമ്മാമ്മയൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ള എൻ്റെ വീടിൻ്റെ അടുത്ത് മൈനാഗപ്പള്ളിയിൽ ഒരു അമ്പലത്തിലേക്ക് പോകുന്ന ഒരു വ്ളോഗാണ്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മുടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ തന്നെ ഉത്സവമുണ്ട്. അതിൻ്റെ പാട്ടുകരിക്കൽ ക്ഷേത്രം. ഇവിടെ 2 പാട്ടുകരിക്കലുണ്ട്. മാരാരിത്തോട്ടത്തും ഉണ്ടൊരു പാട്ടുകരിക്കൽ. അവിടെ ഈ വട്ടം ഉത്സവം ഇല്ല. അവിടെ അമ്പലം പണിയൊക്കെ അടക്കമാണ്. ഞങ്ങളുടെ വടക്കും മൈനാഗപ്പള്ളിയിൽ ഒരു പാട്ടുകരിക്കൽ അമ്പലമുണ്ട്. അത് 26-ാം തീയതി ശിവരാത്രിയുടെ അന്നാണ് അവിടുത്തെ ഉത്സവം. അന്ന് പോകാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ഒരു ഡൗട്ട്. അതുകൊണ്ട് നേരത്തെ അമ്പലത്തിൽ പോയെന്ന് തൊഴാന്ന് വിചാരിച്ചു. പക്ഷെ അവിടുത്തെ ഉത്സവം ഒരു അടിപൊളിയാണ്. നല്ല നാടൻ രീതിയിൽ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. അന്നേരം പോയി എടുക്കണമെന്നുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നേ ആ വ്ളോഗ് കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പാട്ടുകരിക്കൽ അമ്പലത്തിൽ ഉത്സവമാണ് ഗൈസ്. അതിൻ്റെ വ്ളോഗ് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന പാട്ടുകരിക്കൽ അമ്പലത്തിലല്ല, മാടന്നട ടെമ്പിളിലേക്കാണ് പോകാൻ പോകുന്നത്. അത് നമ്മുടെ മൈനാഗപ്പള്ളി, നമ്മുടെ വയലിൻ്റെ നടുക്ക് കിടില നല്ലൊരു കൊച്ചു നല്ല വ്യൂ പോയിന്റ്. അത് നിങ്ങളൊന്ന് കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. അത്രയും പ്രകൃതി രമണീയമായി അതിൻ്റെ നടുക്ക് അപ്പുറവും ഇപ്പുറവും ഒക്കെ താമരയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉണക്കായതുകൊണ്ട് താമരയെല്ലാം പൊഴിഞ്ഞു പോയി. പിന്നെ അവിടെ ശിവരാത്രിയുടെ അന്നാണ് അവിടുത്തെ ഉത്സവം. അന്നേരം നമുക്ക് നേരത്തെ ഒന്ന് എന്തായാലും വീട്ടിലോട്ട് വരുമല്ലേ, പാട്ടുകരിക്കൽ ഉത്സവത്തിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുവാ. നാളെ ഇവിടെ ചെറിയ രീതിയിൽ സദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. അന്നേരം ഇന്ന് രാവിലെ വന്നപ്പോൾ അമ്പലത്തിലും കൂടെ കയറി ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. ആ ഒരു വ്ളോഗ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണമെന്നുണ്ട്. അന്നേരം ഇന്ന് ആ ഒരു അമ്പലത്തിലേക്ക് പോകുന്ന വ്ളോഗാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് സപ്പോർട്ടൊക്കെ ചെയ്യുക. അന്നേരം നമുക്ക് അമ്പലത്തിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി എല്ലാം റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞ് ഇന്നല്ല ഗൈസ് പോകാനിരുന്നത്. ഞായറാഴ്ചയായിരുന്നു, ഇന്ന് ശനിയാഴ്ചയാണ്. ഞായറും തിങ്കളുമാണ് ലീവ് പറഞ്ഞത് വിഷ്ണു. പക്ഷേ 18-ാം തീയതി കിടന്നങ്ങ് ഉറങ്ങിപ്പോയി ഗൈസ്. ഉറങ്ങിപ്പോയത് കൊണ്ട് പിന്നെ ഇന്നങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ബോറടിക്കേണ്ട ഇരുമ്പുളിയൊക്കെ പൂത്തിട്ടുണ്ട്. ഇനി അടുത്ത വ്ളോഗ് നമുക്ക് ഇരുമ്പുളി അച്ചാറിലേക്ക് പോവാം. അന്നേരം ഇന്ന് എല്ലാം സെറ്റ് ചെയ്ത് ഇറങ്ങി. രാവിലെ ഫുഡൊന്നും കഴിച്ചില്ല, ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. ഞായറാഴ്ച രാവിലെ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ ഇന്ന് എന്തൊക്കെയാലും ഉറങ്ങിപ്പോയല്ലോ. അന്നേരം ഇന്നത്തേക്ക് അങ്ങ് എടുത്ത് ശനിയും ഞായറും ലീവാക്കി. തിങ്കളാഴ്ച ജോലിക്ക് പോകും. അന്നേരം എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് കണ്ടില്ലേ, ഒരു തോട് പോലെ കിടന്ന അയ്യാണ്. മണ്ണൊക്കെ അടിച്ചിട്ട് കിടിലം വസ്തുവൊക്കെ ഇട്ടേക്കുന്നത്. ഇവിടെ പുതിയ വീടൊക്കെ വരുമായിരിക്കും ഗൈസ്. അന്നേരം നമ്മൾ മാടന്നട അമ്പലത്തിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാടന്നട അമ്പലത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ പറയാം. നല്ല ഭംഗിയാണ് അമ്പലം കാണാൻ. നമ്മുടെ മൈനാഗപ്പള്ളിയിലാണ് ആ അമ്പലം ഉള്ളത്. മൈനാഗപ്പള്ളിയിൽ നിന്ന് നമ്മുടെ തേവലക്കര റൂട്ട് ആ ഭാഗത്തായിട്ടാണ് അമ്പലം വരുന്നത്. നല്ല രസമാണ്. വയലാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് താമര കുളമൊക്കെ ഉണ്ട്. താമരക്കുളവും പിന്നെ അതിൻ്റെ നടുക്കായിട്ടാണ് ഈ അമ്പലം വരുന്നത്. അതിൻ്റെ ബാക്കിലായിട്ട് വരും കുറച്ച് വയൽ കഴിയുമ്പം മണ്ണൂർക്കാവ് ക്ഷേത്രമാണ്. നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാട്ടുകരിക്കൽ അമ്പലത്തിലും മണ്ണൂർക്കാവിലും ഒരു ദിവസമാണ് ഗൈസ് ഉത്സവം. അതുകൊണ്ട് 2 ഉത്സവം കൂടെ ഒരുമിച്ച് വന്നുകൊണ്ട് ഒരു ഉത്സവം മിസ്സായിപ്പോയി. കാരണം ഒന്നിനല്ലേ നമുക്ക് പോകാൻ പറ്റും. അന്നേരം വീടിൻ്റെ അടുത്തുള്ള പാട്ടുകരിക്കൽ ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അവിടെ അയ്യപ്പനാണ് ഗൈസിരിക്കുന്നത്. ഞങ്ങൾക്ക് 2 പാട്ടുകരിക്കലുണ്ട്. ഞാനിപ്പോൾ റെൻറ്റിന് താമസിക്കുന്നിടത്ത് ഒരു പാട്ടുകരിക്കലുണ്ട്, എൻ്റെ ഈ മൈനാഗപ്പള്ളിയിൽ ഒരു പാട്ടുകരിക്കലുണ്ട്. അന്നേരം ഈ വട്ടം ഒരു പാട്ടുകരിക്കൽ മാത്രമേ ഉള്ളൂ ഉത്സവം. മറ്റേ മാരാരിത്തോട്ടത്തെ പാട്ടുകരിക്കൽ അമ്പലത്തിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് അവിടെ ഉത്സവമില്ല. ഇപ്പം നമ്മൾ എവിടെയാണ് ഗൈസ് എത്തിയിട്ടുണ്ടെന്നറിയാമോ? നമ്മുടെ കല്ലുകടവ് പാലമാണ് ഗൈസ് ഈ കാണുന്നത്. നമ്മുടെ കായലിൻ്റെ മണ്ടയ്ക്കുള്ള പാലം, വർഷങ്ങൾ പഴക്കമുള്ള പാലമാണ്. അന്നേരം ഇതൊക്കെ പായലൊക്കെ മൂടി കിടക്കുന്നത് കൊണ്ട് കായലൊന്നും തെളിഞ്ഞൊന്നും കാണത്തൊന്നുമില്ല. ഇപ്പം തെളിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വലിയ മഴ ഒഴുക്കൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തെളിഞ്ഞ് കിടക്കണം. അങ്ങ് കാണുന്ന ആ പാലം റെയിൽവേ പാളമാണ് മേളിൽ കൂടെ പോകുന്നത്. അന്നേരം ഇത് ഇപ്പോൾ ദാ കല്ല് കടവ് കഴിഞ്ഞ് നമ്മുടെ മൈനാഗപ്പള്ളി തുടങ്ങിയിട്ടുണ്ട്. ഇതെവിടെ തൊട്ടാണ് നമ്മുടെ മൈനാഗപ്പള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് ഫുഡ് കഴിക്കുന്ന കാര്യം ഓർത്തത്. കടകൾ വീഡിയോ എടുത്തിഞ്ഞ് പോരുന്നു, ഫുഡിൻ്റെ കാര്യം മറന്നു. അങ്ങനെ എന്തായാലും നടന്നു വന്നപ്പോൾ ഒരു കുഞ്ഞ് കട കണ്ടിട്ടുണ്ട്. കണ്ടപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോവാം. പെട്ടെന്ന് വിളിച്ച് പറഞ്ഞല്ലേ അവിടെ ഒന്നും ഇല്ലെങ്കിലോ, അതുകൊണ്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. അന്നേരം അമ്പലത്തിലേക്ക് പോകുന്നത് കൊണ്ട് തോന്നിയതൊന്നും മേടിച്ച് കഴിക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് വെജിറ്റേറിയൻ അല്ലേ പറ്റൂ. എന്തായാലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനൊരു സംഭവം അവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ചെന്നപ്പോൾ എന്താണ്, ഒരമ്മാവനിരുന്ന് കഴിക്കുമോ, കഞ്ഞിയും കപ്പയും മീനും മോരും
അച്ചാറും ഒക്കെ കൂട്ടിയിരുന്ന് കഴിക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ നമുക്ക് മീനും ഒന്നും മേടിച്ച് കഴിച്ചുകൂടാമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ കഞ്ഞിയും അച്ചാറും എടുത്ത് നല്ല നാടൻ രീതിയിൽ പ്ലാവലയില്ലേ നമ്മുടെ ചക്കമരത്തിൽ പ്ലാവലയൊക്കെ കുത്തി അവിടെ കൊണ്ട് വെച്ച്. വിഷ്ണു പിന്നെ പത്തിരിയും കടലക്കറിയും മേടിച്ച്. പത്തിരിയും കടലക്കറിയും എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല, ക്ഷീണം ഉറക്കം തൂങ്ങി നിൽക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ നല്ല നെല്ലുകുത്തിയരിയുടെ കഞ്ഞിയും നല്ല നാരങ്ങ അച്ചാറും കൂട്ടി ഒരു പിടി പിടിച്ച് എന്തൊരു ടേസ്റ്റാണ്. രാവിലെ സത്യം പറഞ്ഞാൽ അത് കഴിക്കാനാണ് തോന്നിയത്. ക്ഷീണവും മാറും, നല്ല ഉഷാറാണ്. നമുക്ക് അമ്പലത്തിൽ പോകാൻ നേരം കഴിക്കാൻ പറ്റിയ ഫുഡ് തന്നെ. അങ്ങനെ അവിടെ ഇരുന്ന് കുടിച്ചു, കുറേ നേരം കുടിച്ച് എന്തായാലും വയറൊക്കെ നിറച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. എന്തായാലും നല്ല രീതിയിൽ വയറ് നിറഞ്ഞ് ക്ഷീണമൊക്കെ മാറി. ഇത് കണ്ടില്ലേ, നമ്മുടെ മണ്ണൂർക്കാവ് ക്ഷേത്രത്തിലെ ദേവിയുടെ ബോർഡാണ് ആ വെച്ചിരിക്കുന്നത്. പിന്നെ പറയൊക്കെ വരുമ്പോൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. നാളെ അവിടുത്തെ ഉത്സവമല്ലേ, അന്നേരം അതിനനുബന്ധിച്ച് താലപ്പൊലിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം, അതിൻ്റെ ആയിരിക്കാം അവിടെ അതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. വലിയ ഫാസ്റ്റപ്പിലങ്ങ് പോയിക്കൊണ്ടിരിക്കുക. പോകുന്ന എങ്ങോട്ടാണ്? ഗേറ്റടവാ. അവിടെ മൊത്തം വണ്ടി തിങ്ങി നിൽക്കുക. നമ്മുടെ മൈനാഗപ്പള്ളിയിൽ നിന്ന് കരുനാഗപ്പള്ളിയിലോട്ട് പോകുമ്പോൾ 2 ഗേറ്റടവായിരുന്നു. എന്തായാലും മാളിക്കൽ എന്ന് പറയുന്നിടത്ത് ആ ഒരു ഗേറ്റടവ് എന്തായാലും നമുക്കത് മാറ്റി കിട്ടി. കാരണം ഹോസ്പിറ്റലിലോട്ട് പോകാൻ ഏറ്റവും മെയിൻ റോഡാണ് നമ്മുടെ ശാസ്താംകോട്ട കൊട്ടാരക്കര റൂട്ടാണ് കരുനാഗപ്പള്ളി മൈനാഗപ്പള്ളി എന്ന് പറയുന്നത്. അന്നേരം അവിടെ ഒരു ഗേറ്റടവ് 2 വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാൻ. അതുകൊണ്ട് മാളിക്കലൊരു ഗേറ്റടവ് എന്തായാലും നമുക്ക് ക്ലോസ് ആക്കി കിട്ടിയിട്ടുണ്ട്. അവിടെ മേൽപ്പാലം വന്ന് അത്രയും എളുപ്പം. ഈ മൈനാഗപ്പള്ളിയിലും കൂടി ഒരു മേൽപ്പാലം വരാമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈനാഗപ്പള്ളിക്കാർക്ക് ഏറ്റവും ബെറ്റർ ആയിരിക്കും ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യത്തിലായാലും. കാരണം ഇവിടേക്കെന്ന് വെച്ചാലേ ഗേറ്റ് ലോക്കായി പോയി പിന്നെ തുറക്കാൻ പാടാം. പിന്നെ നമ്മുടെ ആറ്റുപുറം തേവലക്കര വഴി ബസ് കറക്കി വിട്ട് പിന്നെ മണ്ണൂക്കാവ് വഴിയൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ വരേണ്ട ഒരവസ്ഥയായിരുന്നു. പണ്ട് ഞാൻ +2 പഠിക്കുന്ന ടൈമിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായാലും ഗേറ്റൊക്കെ തുറന്ന് എന്തായാലും അക്കരെ കടന്ന് ഇങ്ങനെ മൈനാഗപ്പള്ളി ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ കേസ്. നമ്മുടെ ആറ്റുപുറം അറിയാവോന്നറിയത്തില്ല, പലയിടത്തുള്ള ആളുകളായിരിക്കുമല്ലോ വീഡിയോ കാണാൻ. ഇവിടെ തേവലക്കര റൂട്ടായിട്ട് വരും. മൈനാഗപ്പള്ളി ചെന്നിട്ട് തിരിയണം. തേവലക്കര റൂട്ടാണ് നമ്മൾ ഈ പറയുന്ന മാടന്നട അമ്പലം എന്ന് പറയുന്ന അമ്പലം. ഇതാണ് ഞങ്ങളുടെ മൈനാഗപ്പള്ളി മെയിൻ ജംഗ്ഷൻ. ഈ മൈനാഗപ്പള്ളി ജംഗ്ഷന് പുത്തൻ ചന്ത എന്നറിയപ്പെടുന്നത്. അവിടെയുള്ള സ്കൂളിലാണ് ഗൈസ് ഞാൻ പഠിച്ചത്. പണ്ട് അച്ഛനൊക്കെ ആയിട്ട് പോകുമ്പോൾ കഴിക്കുന്ന കടയാണ് ഈ കാണുന്ന കുഞ്ഞിക്കട. തിരിച്ച് വരുമ്പോൾ ഞാൻ നല്ലോണം എടുത്തിട്ടുണ്ട്. പണ്ട് എന്നെ പനിയൊക്കെ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ആറ്റുപുറത്ത്. അന്നേരം ഞങ്ങൾ അവിടെ വന്നിട്ടാണ് ദോശയും പത്തിരിയും കടലയൊക്കെ തിന്നിട്ടാണ് തിരിച്ച് വരുന്നത്. കാരണം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സന്തോഷം എന്ന് വെച്ചാൽ തിരിച്ച് വരുമ്പോൾ കടയിൽ കയറി ഇതൊക്കെ കഴിക്കാമല്ലോ. ഇവിടെ ഒരു ഗേറ്റിടമുണ്ട്. ഇവിടെ പിന്നെ വലിയ പ്രശ്നമില്ല, നമുക്ക് മറ്റേ ഗേറ്റിടമാണ് ക്ലോസ് ആക്കി കിട്ടേണ്ടത്. പിന്നെ ഞങ്ങളുടെ വീട് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഞങ്ങളുടെ വീടിൻ്റെ അടുത്തോട്ട് റോഡില്ല കേസ്, മേളി വരെ ഉള്ളു. കാരണം അങ്ങോട്ട് റോഡ് വരാൻ പറയുമ്പോൾ ഇവിടെ ഉള്ള ആളുകൾ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലിൽ കൂടെ റോഡ് വരത്തില്ല, അതുവഴി റോഡ് വരാൻ ഒരു ചാൻസും ഇല്ലെന്ന്. അതേസമയത്ത് ഈ ഒരു അമ്പലത്തിലേക്ക് പോയിരിക്കുന്ന റോഡ് നിങ്ങൾ കാണണം. അത്രയും വയലിൻ്റെ നടുക്കൂടാണ് നല്ലൊരു റോഡ്. അത് അവിടുത്തെ ആളുകളുടെ ഒത്തൊരുമയും സഹകരണമാണെന്ന് അവിടെ തെളിയിച്ച് തന്നെ കാണിക്കുന്നുണ്ട്. എന്ത് പ്രകൃതി രമണീയമായ സ്ഥലത്താണെന്നറിയാം ഈ ഒരു അമ്പലം നിൽക്കുന്നത്. ഇതാണ് അമ്പലത്തിലോട്ട് കയറുന്ന എൻട്രി പോയിൻ്റ് എന്ന് പറയാം. ഈ വയലിൻ്റെ നടുക്കൂടാണ്. ഇതൊക്കെ അമ്പലത്തിൻ്റെ സംബന്ധിച്ചുള്ള കെട്ടിടങ്ങളാണ്. ഇത്രയും വയലാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ താമരയുടെ ഇലയൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ? ഇത് ഈ ടൈമിൽ വന്നുകൊണ്ട് തെങ്ങും തോട്ട സൈഡിൽ. പണ്ട് തെങ്ങൊന്നും ഇല്ലായിരുന്നു, വയലായിരുന്നു. പിന്നെ കുറേ ആളുകൾ തെങ്ങൊക്കെ നട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ നടുക്കൂടാണ് ഈ റോഡ് പോയിരിക്കുന്നത് അമ്പലത്തിലേക്ക്. നേരത്തെ റോഡില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് നമുക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ഈ വയലിലാണ് ഗൈസ് അവിടെ ഉത്സവം നടക്കുന്നത്. ഇനി ഉത്സവമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഉണങ്ങുമായിരിക്കും. വെള്ളമൊക്കെ പറ്റിക്കാനുള്ള വണ്ടിയൊക്കെ വന്ന് കിടക്കുന്നത് കണ്ടായിരുന്നു. ഈ സൈഡിലാണ് ആ താമരയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉണക്കം ആയതുകൊണ്ട് ഇപ്പം താമരയെല്ലാം പൊഴിഞ്ഞു പോയി, ഇല മാത്രമേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആ കിടിലം അമ്പലത്തിലേക്ക് വന്നു. ഇതാണ് നമ്മുടെ മാടന്നട ക്ഷേത്രം ഗൈസ്. ഇവിടെ മാടൻ തമ്പുരാനായിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ശിവൻ്റെ എന്തോ ഒരു ഇതുണ്ട്. ശിവരാത്രിയുടെ അന്നാണ് ഗൈസ് ഇവിടുത്തെ ഉത്സവം. ഇവിടെ ശിവരാത്രിയുടെ അന്ന് എല്ലാവരും ഉറക്കം ഒഴിഞ്ഞൊക്കെ ഇരിക്കും. വണ്ടി ഞങ്ങൾ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തു. ഇതാണ് ഗൈസ് വിഷ്ണു. അധികം വീഡിയോസിനകത്തൊന്നും വരുത്തില്ല. നിങ്ങൾക്ക് ഈ വീഡിയോസിനകത്ത് ആളിനെ കാണാം, ലീവ് ആയതുകൊണ്ട് ഇവിടെ ഉണ്ട്. അന്നേരം ശിവരാത്രിയുടെ അന്ന് എല്ലാവരും ഉറക്കം ഒഴിഞ്ഞ് ഇവിടെ ഇരിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരുപാട് കഥകളുണ്ടല്ലോ, അത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് കുളമാക്കുന്നില്ല ഗൈസ്. അന്നേരം ഞങ്ങൾ എന്തായാലും അമ്പലത്തിൽ വന്നു. എന്ത് ഭംഗിയാണ്, നിങ്ങൾക്ക് ഇനി ഈ വീഡിയോ കാണുമ്പോൾ അറിയാം. ഞാൻ പറഞ്ഞ ആ ഭംഗിയും കാര്യങ്ങളും നല്ല രസമാണ്. എനിക്കിത് കണ്ടിട്ടൊരു തമിഴ് ഒരു ടച്ച് തോന്നി. ഫസ്റ്റ് കയറി വന്ന അടുത്ത ആ രൂപങ്ങളൊക്കെ കണ്ടപ്പോഴേ ഒരിത് തോന്നി. അന്നേരം ഇവിടെ വെറൈറ്റി സംഭവമുണ്ട്. അതിൻ്റെയൊക്കെ പേരൊക്കെ ഉണ്ട്, ഞാൻ മറന്നുപോയി, അല്ലെങ്കിൽ ഞാൻ പറയായിരുന്നു. ഉത്സവത്തിനൊക്കെ ഇത് തീയൊക്കെ വെച്ചുള്ള ഈ പാലക്കാട് ഏരിയയിലൊക്കെയുള്ള സംഭവം പോലെയൊക്കെയുള്ള ഇതൊക്കെയുണ്ട്.
കൂടിയാട്ടോ അങ്ങനെ എന്തോ അതിൻ്റെ ഒരു ഇതാണ് വെച്ചേക്കുന്നവിടെ. അന്നേരം അത്രയും മനോഹരമായൊരു അമ്പലം, നല്ല അന്തരീക്ഷം, ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ആ ഒരു അമ്പലത്തിൽ ചെല്ലുമ്പം നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഓരോ അമ്പലത്തിൻ്റെയും പ്രത്യേകത. എനിക്കിങ്ങനെ കാവൊക്കെ ആയിട്ട് ഒക്കെ നിൽക്കുന്ന അമ്പലമാണ് ഭയങ്കര ഇഷ്ടം. അന്നേരം നമുക്ക് ഇവിടുത്തെ ഒരു പ്രകൃതി രമണീയത ഒന്ന് കാണാം. അത് പശുവിന് വേണ്ടിയിട്ടുള്ള പോച്ച പറിക്കുന്ന തിരക്കാണ് ഗൈസ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പശുവിന് വേണ്ടിയിട്ട് രാവിലെ വന്ന് പോച്ചയൊക്കെ അറുത്തുകൊണ്ട് പോവുകയാണ്. അന്നേരം എന്തുമാത്രം പശു കർഷകരുണ്ടെന്ന് അതിലൂടെ എനിക്ക് മനസ്സിലായി ഗൈസ്. അങ്ങേ അറ്റം കാണുന്നത് നമ്മുടെ മണ്ണൂർക്കാവ് ഭാഗമാണ്. അവിടെ റോഡുണ്ട്, പക്ഷെ ഇത് വയലായതുകൊണ്ട് നമുക്കറിയാൻ പറ്റത്തില്ല. അങ്ങേ അറ്റമാണ് നമ്മുടെ മണ്ണൂർക്കാവ് ക്ഷേത്രം. മണ്ണൂർക്കാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ലോകത്തിൽ ഏറ്റവും കഥകളി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണ് നമ്മുടെ മണ്ണൂർക്കാവ് ക്ഷേത്രം. കഥകളികളൊക്കെ ഓരോ അടുത്തും നിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. മാസങ്ങളിലും എല്ലാം അവിടെ ഒരു ചടങ്ങോ കാര്യങ്ങളോ വിശേഷമോ ഒന്നും വേണമെന്നില്ല. അവിടെ എപ്പോഴും കഥകളിയും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും നിലനിന്ന് പോകുന്ന ഒരു ക്ഷേത്രവും കൂടിയാണ് മണ്ണൂർക്കാവ് ക്ഷേത്രം എന്ന് പറയുന്നത്. എനിക്ക് അവിടെ പോയി വീഡിയോസും വ്ലോഗും ഒക്കെ ചെയ്യണമെന്നുണ്ട്. കാരണം ഇവിടെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോവുക എന്ന് പറയുമ്പം ബുദ്ധിമുട്ടാണ്. അത് എൻ്റെ ഈ ഒരു അവസ്ഥയിൽ അതുകൊണ്ടാണ്. ഇനി അടുത്ത വട്ടം നമുക്ക് അവിടെ പോയി ഒരു വ്ലോഗ് എടുക്കാം. ഇനി അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു വ്യൂ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അന്നേരം അമ്പലത്തിലെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇതിൻ്റെ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടി കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഇത് കണ്ടില്ലേ, ഒരു വലിയ വണ്ടി വന്ന് കിടക്കുന്നത്. അന്നേരം ഇവിടെ ഉത്സവത്തിനൊക്കെ എന്ന് വെച്ചാൽ ഈ വയൽ ഫുള്ള് ഉണങ്ങണം. എനിക്ക് തോന്നുന്നു ആ ഓസ് ആ വെള്ളത്തിലേക്കാണ് ഇട്ടിരിക്കുന്നത്. ആ വെള്ളം വലിച്ചെടുക്കുവാണോ ഒന്നും അറിയാൻ വയ്യ. വെള്ളം പറ്റിക്കാൻ നോക്കുവാണോ ഒരു പിടുത്തവും ഇല്ല. വെള്ളം പറ്റിക്കാനായിരിക്കാം ചിലപ്പോൾ നോക്കുന്നത്. കാരണം ഇങ്ങനെ കടന്നാൽ പറ്റത്തില്ലല്ലോ. കാരണം എടുപ്പുതിരയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്, ഒരുപാട്. ഇവിടുത്തെ മീനെന്ന് പറയുന്നത് കാളയും കുതിരയേക്കാളും ഒക്കെ എടുപ്പുതിരയാണ്. അന്നേരം അതൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ വയൽ ഉണങ്ങണം. ഇപ്പം കായൽ പരുവത്തിലാണ് കിടക്കുന്നത്. അന്നേരം ഇതൊക്കെ പറ്റാൻ ഒരു മാസം കൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ചിലപ്പം വെള്ളം പറ്റിക്കാനും കൂടി ആയിരിക്കാം ചിലപ്പോൾ ഈ വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് പകർത്തി കാണിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേസ്. ഇതിൻ്റെ കൂടെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെയുള്ള അതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ, വയലിൻ്റെയൊക്കെ. അതൊക്കെ നിങ്ങൾ കാണണം. ഞങ്ങളുടെ ആ നാട്ടിലെ ആ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അത് കാണാം. എൻ്റെ അനിയനും ഒക്കെ ഉണ്ട് കേട്ടോ, വീഡിയോസൊക്കെ കാണണം. അന്നേരം നമുക്കിനി ഇവിടെ തൊഴുത് എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്കാണ് കേസ് പോകുന്നത്. ഇനി വീട്ടിലോട്ട് പോയിട്ട് ഇനി ഉത്സവമൊക്കെ കഴിയണം. പിന്നെ അവിടുത്തെ ഒരു വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട്, അത് ഫസ്റ്റിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അന്നേരം അത് നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് സപ്പോർട്ടൊക്കെ ചെയ്യുക. ഇതേപോലുള്ള നല്ല നാച്ചുറൽ ഭംഗിയുള്ള അമ്പലങ്ങളും കാഴ്ചകളും നല്ല സ്ഥലങ്ങളും കിടിലം വ്യൂകളും ഒക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. ഞാനിപ്പം ഈ പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങ് ദൂരെ എങ്ങും പോയി എടുക്കാൻ പറ്റത്തില്ലല്ലോ. അന്നേരം അന്നൊന്ന് എൻ്റെ ദിവസം നടക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല പവറായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അന്നേരം ഇതിൽ നല്ലോണമൊക്കെ ചെയ്യുന്നവരും ഉണ്ട്. എൻ്റേതായ രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. ഇത് നിങ്ങളുടേതായ രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്നേരം ഇനി നമുക്കിതാ ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് തിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്കിനി വീട്ടിലേക്ക് പോവാം. വീട്ടിലോട്ട് പോകുന്ന വഴിയും കാഴ്ചകളും ഇതിൻ്റെ ഇടയ്ക്കൂടെ കാണാം ഗൈസ്. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു വെട്ടിക്കാട്ട് ക്ഷേത്രമുണ്ട്. അവിടെയും ശിവനാണ് ഇരിക്കുന്നത്. അവിടുന്ന് താലപ്പൊലിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഈ മാടനട ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അന്നേരം ഈ അമ്പലമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അവിടെ ഉത്സവം നടക്കുന്നതും കാര്യങ്ങളും. ഇവിടുത്തെ ഉത്സവത്തിൻ്റെ അന്നാണ് താലപ്പൊലിയായിട്ട് മാടനടയിൽ പോവും. പിന്നെ മാടനടയായിട്ട് എന്തോ കണക്ഷനുണ്ട്. അതാണ് ആ ക്ഷേത്രമാണ്. ഞാൻ ഇടയ്ക്കൂടി ഇതിനകത്ത് വീഡിയോയിൽ നിങ്ങൾ കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ കുഞ്ഞു കട. അച്ഛൻ്റെ കൂടെ ആശുപത്രിയിലൊക്കെ പോയിട്ട് ഞങ്ങൾ ഈ ഫുഡ് കഴിക്കുന്ന കടയാണ് കേസ് നിങ്ങളാ കണ്ടത്. അതാണ് സ്ലോ മോഷനിൽ കടന്നു പോയത്. ഇതാണ് ഞങ്ങളുടെ മൈനാഗപ്പള്ളി ജംഗ്ഷൻ. ഇവിടാണ് എൻ്റെ സ്കൂൾ എടുക്കാൻ പറ്റിയില്ല, കാരണം അപ്പുറത്തെ സൈഡിലോട്ടാണ് കേസ്. അന്നേരം ഇവിടാണ് എൻ്റെ സ്കൂൾ. ഞാൻ പഠിക്കുന്ന സ്കൂൾ ഇവിടെ ആയിരുന്നു.
1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ ഞങ്ങൾ അവിടെയാണ് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് കരുനാഗപ്പള്ളിയിലോട്ട് പോയതും. ഈ അളിയനെന്ന് വിളിച്ച് കിളിയനെന്നായി പോയാണ് വിഷ്ണുവിനെ കണ്ടുമുട്ടുന്നതും. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇതാണ് ഈ പാതയിലൂടെയാണ് ഞാൻ പഠിക്കാനൊക്കെ വന്നത്. എൻ്റെ ട്യൂട്ടോറിയാണ് സൈഡിൽ കണ്ടത്. ഇന്നലെ നൈറ്റ് ക്ലാസ്സിനായാലും എല്ലാത്തിനും ഇത്രയും ദൂരം നടന്നാണ് കഴിച്ച് ഞാൻ പഠിക്കാനൊക്കെ 1 തൊട്ട് 10 വരെ വന്നുകൊണ്ടിരുന്നത്. കൂടെ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് ബോറടിക്കത്തില്ല, നടന്ന് പോവാം. പിന്നെ വയലിൻ്റെ നടുക്കൂടെയൊക്കെ റോഡുണ്ട്, എല്ലാം കണ്ടുപോകാം. പക്ഷേ സ്ഥിരം നമ്മൾ ഒരേ കാഴ്ച തന്നെ കണ്ടുപോകുമ്പോൾ നമുക്ക് ബോറടിക്കും. പക്ഷെ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. രാവിലെയൊക്കെ 7 മണിക്ക് ഒന്നും കഴിക്കാതൊക്കെ വെപ്രാളപ്പെട്ടു. ഈ കയറ്റം എന്ന് പറഞ്ഞ ഒരു 1.5 കയറ്റം ശ്വാസം മുട്ടിയാണ്. സൈക്കിളിലൊക്കെ പോകുമ്പോൾ മേളി വന്ന ശ്വാസമില്ല, ചാവാൻ പോകുന്ന അവസ്ഥയാണ്. അങ്ങനെയൊക്കെ നടന്നാട് പോകുന്നവരോ പിള്ളേരൊക്കെ വരുന്ന കണ്ടില്ല. ഇതേപോലെയാണ് ഞാനും ബാഗും തൂക്കി സ്കൂളിലേക്കൊക്കെ പോകുന്നത്. മിക്കവാറും എനിക്കങ്ങനെ വലിയ ഫ്രണ്ട്സൊന്നും ഇല്ല. ഞാൻ മിക്കവാറും ഒറ്റയ്ക്കൊക്കെ ആയിരുന്നു പോകുന്നത്. പിന്നെ 8, 9, 10 ആയതിനു ശേഷമാണ് എനിക്ക് ഫ്രണ്ട്സൊക്കെ ആയി ഞാൻ അവരുമൊക്കെ ആയിട്ട് കൂട്ടുകൂടി വരാൻ തുടങ്ങുന്നത്. അന്നേരം ഇതാണ് ഞങ്ങളുടെ വയലിലോട്ട് ഇറങ്ങുന്ന എൻട്രി പോയിൻ്റാണ് ഗൈസ് കാണുന്നത്. ഗോവാലൻ വീട്ടിൽ വരും. ഗോവാലൻ അങ്ങനെ ഗൈസ് എൻ്റെ വീടിൻ്റെ അടുത്തെത്തി. എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് പോകുന്ന റോഡാണ് ഗൈസ്. അവിടം വരെ റോഡ് തീരുവാണ്. എല്ലാവരും വഴി തെറ്റി വരുന്ന ഒരു റോഡും കൂടിയാണ് ഗൈസ്. വഴി മാറിപ്പോകും. മൈനാപ്പള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇവിടം വരെയുള്ള റോഡ്, അങ്ങോട്ട് റോഡില്ല ഗൈസ്. കണ്ടോ, ഓരോരുത്തരും കയറ്റി വെച്ച് അടച്ചു വെച്ചേക്കും. അതുകൊണ്ട് വീതി ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് റോഡില്ല ഗൈസ്. അതുകൊണ്ട് ഇതാണ് ആ അങ്ങേറ്റം കാണുന്നതാണ് ഞങ്ങളുടെ വീട്. കണ്ടില്ലേ, ചീറ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി പുള്ളി പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ വീട്. അന്നേരം ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന പാതകളാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നേരം എൻ്റെ മുമ്പിലത്തെ വീഡിയോസിനകത്തെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുമുണ്ട്. അന്നേരം ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അന്നേരം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അന്നേരം ഇന്നത്തെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വലിയ ഇച്ചിരി ലെങ്ത് ഉണ്ട്, നിങ്ങൾക്ക് ബോറടിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നു. അന്നേരം അമ്മ ഇങ്ങനെ കാത്തിരിക്കുക. ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് പോകുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അന്നേരം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അന്നേരം നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഒക്കെയാണ് എനിക്ക് വേണ്ടത്. അന്നേരം നിങ്ങൾ ലൈക്ക് സപ്പോർട്ട് ചെയ്താൽ ഇത് പവറായിട്ട് എൻ്റെ കൂടെ വരുത്തോളൂ. അന്നേരം നിങ്ങൾ ഇച്ചിരി എനർജി കൊടുക്കുക വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യമായിട്ട് ആയതുകൊണ്ടാണ് ഒരിത്. അന്നേരം ഇനി അങ്ങ് എനർജറ്റിക് ആയിട്ട് അങ്ങ് സംസാരിച്ചോളൂ. ഇനിയുള്ള വ്ളോഗിലെല്ലാം ഞാൻ തൂക്കിയെടുത്തുകൊണ്ട് വരുന്നതായിരിക്കും. അന്നേരം നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിനായിട്ട് വേണ്ട. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും. നമ്മുടെ ഉത്സവമായിട്ടായിരിക്കും വരുന്നത്. അന്നേരം പവറായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അന്നേരം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.